ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ മൺസൂൺ ഓൺസെറ്റിനെ പറ്റി സംസാരിക്കാം. IMD അഥവാ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മൺസൂൺ ഓൺസെറ്റ് പ്രെഡിക്റ്റ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് മൺസൂൺ ഓൺസെറ്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മൺസൂൺ ആദ്യം എത്തുന്ന ഡേറ്റ്, അതാണ് മൺസൂൺ ഓൺസെറ്റ് ഡേറ്റ്. എല്ലാ വർഷവും ഏകദേശം 15 മെയ് ആകുമ്പോൾ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇത് പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തവണത്തെ ഡേറ്റ് മെയ് 26 ±4 ഡേയ്സ് ആണ്. അതായത് മെയ് 22 മുതൽ മെയ് 30 വരെയുള്ള ഏത് ദിവസവും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കേരള കോസ്റ്റിൽ മൺസൂൺ എത്തും. അതാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ മൺസൂൺ ഓൺസെറ്റ് ഡേറ്റ്സിലേക്കൊന്ന് പോകാം. ഇവിടെ ഈ കാണുന്നത് ഏകദേശം എല്ലാ കൊല്ലവും മെയ് 15 ആകുമ്പോൾ IMD ഫോർകാസ്റ്റ് ചെയ്ത ഓൺസെറ്റ് ഡേറ്റ്സ് ആണ്. ഈ കോളത്തിൽ കാണുന്നത് ശരിക്കും ഒബ്സർവേഷണൽ ഡാറ്റ വെച്ചിട്ട് പിന്നീട് ഓൺസെറ്റ് ആയി എന്ന് നമ്മൾ കണ്ടെത്തിയ അല്ലെങ്കിൽ IMD കണ്ടെത്തിയ ഡേറ്റ് ആണ്. ഇതിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെയാണ് മോഡലുകളുടെ, അതായത് ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ വഴി നമ്മൾ വെതർ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന അൺസർട്ടനിറ്റി, ഇപ്പോൾ കുറച്ചു മുന്നേ പറഞ്ഞ ±4ന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് വെതർ ഒരിക്കലും നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ വ്യത്യാസമാണ് ഈ ±4 വെച്ച് നമ്മൾ പറയുന്നത്. ഇനി ഓൺസെറ്റ് ആയാൽ ഉടനെ എല്ലായിടത്തും മഴ എത്തില്ല. കേരളത്തിലെ ഓൺസെറ്റ് ഡേറ്റ് ജൂൺ 1 ആണെങ്കിൽ അത് നോർത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നോർത്തിൽ മഴ ലഭിക്കാനായിട്ട് ഇനിയും സമയമെടുക്കും. ഏകദേശം ജൂലൈ 8 ആകുമ്പോഴാണ് ഇന്ത്യ മൊത്തം മൺസൂൺ കവർ ചെയ്യുന്നത്. ഇനി ഓൺസെറ്റ് ഡേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ മോഡൽ ഔട്ട്പുട്ടിൽ നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 3 ക്രൈറ്റീരിയ ആണ് ഇതിലുള്ളത്. അതിലൊന്ന് മെയിൻ റെയിൻഫോൾ തന്നെയാണ്. അതായത് കേരളത്തിലും ലക്ഷദ്വീപിലും ഉൾപ്പെടെയുള്ള 14 സ്റ്റേഷൻസ്, മിനിക്കോയ്, അമിനി, തിരുവനന്തപുരം, കണ്ണൂർ തുടങ്ങിയ 14 സ്റ്റേഷൻസിൽ 60% സ്റ്റേഷനുകളിൽ മുകളിൽ 60%-ലധികം സ്റ്റേഷനുകളിൽ 2.5 മില്ലിമീറ്റർ മഴ അടുപ്പിച്ച 2 ദിവസങ്ങളിൽ കിട്ടുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ഓൺസെറ്റ് ആയി എന്ന് പറയും. അതുകൂടാതെ മറ്റു 2 ക്രൈറ്റീരിയയും കൂടെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഇതിൽ രണ്ടാമത്തെ ക്രൈറ്റീരിയയാണ് വിൻഡ്. നമുക്കറിയാം പടിഞ്ഞാറൻ വിൻഡാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. സോ പടിഞ്ഞാറൻ വിൻഡിന്റെ ഡെപ്ത്, അതായത് അറ്റ്മോസ്ഫിയറിൽ എത്ര ഉയരത്തിൽ വരെ സ്ട്രോങ് പടിഞ്ഞാറൻ വിൻഡ്, വെസ്റ്റർലി വിൻഡ് ഉണ്ട് എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആണ്. പിന്നെ അടുത്ത ക്രൈറ്റീരിയയാണ് ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ. അതായത് അത് മഴമേഘങ്ങളുടെ ഒരു മെഷർമെന്റ് ആണ് ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ. വളരെ ശക്തമായ മഴമേഘങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓൺസെറ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷന്റെ അളവ് എത്തുകയുള്ളൂ. ഈ 3 ക്രൈറ്റീരിയയും മീറ്റ് ചെയ്യുമ്പോഴാണ് സയന്റിഫിക്കലി മൺസൂൺ ഓൺസെറ്റ് ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നത്.